കേരളത്തിലെ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ വിളയുന്ന എന്നാൽ അധികമൊന്നും കണ്ടുപരിചയമില്ലാത്ത ഒരു വിളയിനവും അതിൽ 100 മേനി വിളവ് സ്വന്തമാക്കിയ യുവ കർഷകനെയും പരിചയപ്പെടാം ഇനി. കൊച്ചി തട്ടാമ്പടി സ്വദേശിയായ ലാലുവാണ് 4.5 ഏക്കർ കൃഷിസ്ഥലത്ത് മറ്റ് പച്ചക്കറികൾ ഏറ്റവും ഫസ്റ്റായിട്ട് ഇറക്കിയാണ് ഒരു പുതിയ ഇനം ഒരു കൃഷി രീതിയാണ് ഇത്. ബട്ടർ നെറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇത്. നമ്മൾ ഇവിടെ തോട്ടത്തിൽ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിലാണ് ഇതിൻ്റെ വിത്ത് വാങ്ങിയത്. വിത്ത് വാങ്ങിച്ച് നമ്മളിവിടെ നട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടുള്ള രീതിയിലുള്ള വിളവുണ്ടായിരുന്നു. വിളവിന് വേറെ വർഷങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ മത്തയുടെ ഒരു ടൈപ്പാണ് ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഒരു മീഡിയം മൂപ്പിൽ എടുത്തു കഴിഞ്ഞാൽ മത്ത ഉപയോഗിക്കുന്ന മാതിരി മത്തങ്ങ നമ്മൾ സാധാരണ കറി വയ്ക്കാനോ എന്തിനൊക്കെ ഉപയോഗിക്കുന്നോ അതൊക്കെ മാതിരി ഉപയോഗിക്കാവുന്ന ഒരിനം ഫ്രൂട്ടാണ്. പിന്നെ ഇത് പഴുത്താൽ പപ്പായ കഴിക്കണം, റെഡ് ലൈഡ് കഴിക്കുന്ന അതേ മധുരം. നിലവിൽ ഇവ വിളഞ്ഞ് പാകമാകുന്നതിന് മുൻപേ വിവിധ ഇനം കറിക്കൂട്ടുകളിൽ പച്ചക്കറിയായും ഉപയോഗിച്ചു വരുന്നു. ഇതിനോടകം തന്നെ ലാലുവിൻ്റെ കൃഷിയിടത്തിൽ നിന്ന് 300 കിലോയോളം ബട്ടർനട്ട് വിളവെടുത്തു. കിലോയ്ക്ക് 50 രൂപയാണ് ഇപ്പോഴത്തെ വിപണി വില. സ്വാഭാവികമായിട്ട് നമ്മൾ കൃഷി ചെയ്താൽ പോലും നമുക്കിതിൽ നിന്ന് വിത്തെടുത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിത്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നന്നായി മൂത്ത് പഴുക്കാറായ കായ്കൾ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൽ നിന്നും ഒരു ബട്ടർനട്ട് സ്കോഴ്സിൽ ഏകദേശം 100 അടുപ്പിച്ച് 80-നും 100-നും ഇടയിലുള്ള വിത്തുകൾ കാണും. അതിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗുണമുള്ള അത്യുൽപാദന ശേഷിയുള്ള നല്ല ഒരു 25ഓളം വിത്തുകളെ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ വിത്ത് കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത് വീണ്ടും നമ്മുടെ കൃഷിയിടത്തിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. സാധാരണ നമുക്ക് മത്തൻ കൃഷി ചെയ്യുന്ന അതേ തരത്തിലുള്ള വളപ്രയോഗവും മറ്റും ആണ് ഈ ബട്ടർനട്ട് കൃഷിയിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ളത്. വ്യാവസായികാടിസ്ഥാനത്തിൽ ബട്ടർനട്ട് ഉൽപ്പാദിപ്പിച്ച് സ്ക്വാഷ് രൂപത്തിൽ വിപണിയിലിറക്കണമെന്നതാണ് കർഷകനായ ലാലുവിൻ്റെ ആഗ്രഹം. ഓസ്ട്രേലിയ, ടർക്കി, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ടെന്ന് ലാലു പറയുന്നു. നല്ല സെയില്, അതായത് നമ്മൾ വിൽക്കാനാണെങ്കിൽ നല്ല മാർക്കറ്റ് ഉണ്ട്. ഇപ്പം നമ്മളിത് എടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആളുകൾ ഇങ്ങനെ ചോദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാനുണ്ട്. ഇപ്പം നമുക്ക് കൊടുക്കാനുള്ള രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെടുത്ത് നല്ല രീതിയിലുള്ള വിളവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ചെയ്യാം. എനിക്ക് നല്ല അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. കൃഷിക്കൊപ്പം കരുമാലൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ രൂപീകരിച്ച നാട്ടുനന്മ എന്ന കൂട്ടായ്മയിലെ അംഗം കൂടിയാണ് ലാലു. ദിവസങ്ങൾക്ക് മുൻപ് ലാലുവിൻ്റെ പുരയിടത്തിലെ കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി പി രാജീവ് നേരിട്ടെത്തിയാണ് നിർവഹിച്ചത്. കൃഷിയിടത്തിലെ ജൈവ പച്ചക്കറി കൃഷികൾക്കായും പ്രത്യേക ഇടം ഒരുക്കിയിട്ടുണ്ട്. വർഷങ്ങളായി തരിച്ചു കിടന്ന 7 ഏക്കർ സ്ഥലം കാട് വെട്ടിത്തെളിച്ചാണ് നിലവിൽ പച്ചക്കറി വിളകൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതലിടങ്ങളിലേക്ക് കൂടി ഇദ്ദേഹം കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.